നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ബാങ്ക് ഓഫ് ബറോഡയിലെ അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 4000-ഓളം ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് 2025 മാർച്ച് 11 വരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യും. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടി ചെയ്യണം, മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. 1961 അപ്രന്റീസ് ആക്ട് അനുസരിച്ചാണ് ബാങ്ക് ഓഫ് ബറോഡയിലെ അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് 2025 ഫെബ്രുവരി 19 മുതൽ മാർച്ച് 11 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ആധാർ ഐ ഡിയിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ആ ഡിസ്ട്രിക്റ്റിലെ ആണ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റിലെ ഉള്ള ബാങ്ക് ബറോഡ വേക്കൻസികളിലേക്ക് ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ചോയ്സ് കൊടുക്കാവൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്കൊന്നും ഇതിന് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കത്തില്ല. ഒരു വർഷമായിരിക്കും അപ്രന്റീസ്ഷിപ്പ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ എല്ലാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ https:/www.apprenticeshipindia.gov.in അല്ലെന്നുണ്ടെങ്കിൽ https:/nats.education.gov.in എന്ന സൈറ്റിൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനെന്ന കാര്യം മനസ്സിലാക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകിൽ NAPS നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിലോ അല്ലെങ്കിൽ നാഷണൽ NITS നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. 20 മുതൽ 28 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ക്വാളിഫിക്കേഷൻസ് അതാണ്. 12 മാസത്തേക്കായിരിക്കും ഓൺ ദ ജോബ് ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ SC/ST കാരായിട്ടുള്ളവർക്കും 5 വർഷവും, പിന്നെ അതുപോലെ OBC നോൺ ക്രീമിനുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിക്ക് ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ട്രെയിനിങ് സീറ്റുകളെ എണ്ണം പറയുന്നത് ആകെ 4000 വേക്കൻസികളിൽ കേരളത്തിലെ 89 വേക്കൻസികളാണ് കേരളത്തിലുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലെ ജില്ലകളും കൊടുത്തിട്ടുണ്ട്. ഏത് ജില്ലകളിലൊക്കെയാണ് വേക്കൻസികളെന്നും കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജില്ലകൾ പറയുകയാണെങ്കിൽ ആലപ്പുഴ 5, എറണാകുളം 30, കണ്ണൂർ 5, കാസർഗോഡ് 7, കോഴിക്കോട് 10, മലപ്പുറം 5, പാലക്കാട് 7, തിരുവനന്തപുരം 10, തൃശ്ശൂർ 10 എന്നിങ്ങനെയാണ് കേരളത്തിലെ ഈ ജില്ലകളിലാണ് വേക്കൻസികളുള്ളത്. അപ്പം നിങ്ങൾ ഈ ജില്ലകളുള്ളവരാണെങ്കിൽ ആ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനടുത്തുള്ള ജില്ലകളിലേക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ജില്ലകളിലേക്ക് അപേക്ഷിക്കുക. പ്രത്യേകം കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് https:/nats.education.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ പോയിട്ട് സ്റ്റുഡന്റ് ലോഗിൻ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ https:/www.apprenticeshipindia.gov.in എന്ന ഇതിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിങ്ങൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ ബാങ്കിന്റെ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ ലോക്കൽ ലാംഗ്വേജിന്റെ ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതായത് കേരളത്തിലുള്ള ജോലിയിൽ ലഭിക്കുന്നവരെ മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആ ഓൺലൈൻ എക്സാമിനേഷന് ജനറൽ അവയർനെസ്സിന് 25 ചോദ്യങ്ങൾ 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യം 25 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്, ജനറൽ നോളജ് 25 ചോദ്യം 25 മാർക്ക്, 100 ചോദ്യങ്ങളും 100 മാർക്കുമാണുള്ളത്. 1 മണിക്കൂർ ആയിരിക്കും പരീക്ഷ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. അതിൽ ജനറൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് 2 ലാംഗ്വേജിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിനുശേഷം ഈ റിട്ടേൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് പിന്നീട് നടക്കുക. അതിന് ശേഷമായിരിക്കും ലോക്കൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് ഉണ്ടാകും. കേരളത്തിൽ ഞാൻ പറഞ്ഞു നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന സംസ്ഥാനത്തിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഫൈനൽ സെലക്ഷന് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം കട്ട് ഓഫ് മാർക്ക് ബാങ്ക് ആയിരിക്കും ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ബാക്കിയുള്ളവരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 വർഷത്തേക്കായിരിക്കും അപ്രന്റീസ്ഷിപ്പ് ലഭിക്കുക. സ്റ്റൈപ്പൻഡ് പറയുകയാണെങ്കിൽ മെട്രോ അല്ലെങ്കിൽ അർബൻ ബ്രാഞ്ചസ് ആണെങ്കിൽ പ്രതിമാസം 15000 രൂപയും, റൂറലും സെമി അർബൻ ബ്രാഞ്ചുകളാണെങ്കിൽ 12000 രൂപയായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക.
ഓൺ ദ ജോബ് ഡ്രോപ്പ് ആണ്, ജോബ് ട്രെയിനിങ് ആണ് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കും. അപേക്ഷാ ഫീസ് ഉണ്ട്. അതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ 400 രൂപയും GST ആണ് ഫീസ്. SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സും വനിതാ കാൻഡിഡേറ്റ്സും 600 രൂപയും GST ആണ്. ബാക്കിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, ബാക്കിയുള്ള ക്ലാസ്സൊക്കെ ഉള്ളവർക്കെല്ലാം 800 രൂപയും GST ആണ് ഇതിന്റെ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം വേണം ബാങ്കിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ. എത്ര നേരം വീഡിയോ പൂർണ്ണമായും നിന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.